നമസ്കാരം. അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. 8ാം തരത്തിലെ അടിസ്ഥാന പാഠാവലി ആദ്യത്തെ യൂണിറ്റ് കനിവും കരുതലും. ഈ യൂണിറ്റിലെ കൊച്ചു ദേവദാരു എന്ന കഥയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിരുന്നത്. ആ ക്ലാസ് എല്ലാവരും ശ്രദ്ധിച്ചു കാണുമെന്ന് കരുതുന്നു. ഇന്ന് പാഠഭാഗവുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനങ്ങളാണ്. നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, വായിക്കാം പറയാം. ദേവദാരുവിൻ്റെ പ്രത്യേകതകൾ. ആദ്യം നമുക്ക് ആ ചോദ്യത്തിനുള്ള ഉത്തരം നോക്കാം. കൊച്ചു ദേവദാരു അഴകുള്ള ഒരു ചെറുവൃക്ഷമായിരുന്നു. വേനൽ മഴയിൽ കുളിച്ചും ഹേമന്തത്തിൽ മഞ്ഞുകൊണ്ട് പുതച്ചും വസന്തത്തിലെ സൂര്യവെളിച്ചത്തിൽ വെയിൽ കാഞ്ഞും കൊടുങ്കാറ്റും ഇടിമിന്നലും വരുമ്പോൾ വിറച്ചും അത് വനപാലകന്റെ വീടിന് മുമ്പിലുള്ള തുറന്ന പ്രദേശത്ത് നിന്നു. അടുത്തുള്ള കാട്ടിലെ മറ്റു വൃക്ഷങ്ങൾ അതിനെ വാത്സല്യത്തോടെ നോക്കി. പൂമ്പാറ്റകളും പക്ഷികളും മറ്റു ജീവജാലങ്ങളും അതിനു ചുറ്റും അവരുടേതായ ലോകം തീർത്തു. ഒറ്റയ്ക്കാണ് വളർന്നതെങ്കിലും അതിനൊരിക്കലും ഏകാന്തത അനുഭവപ്പെട്ടില്ല. ആരിലും കൗതുകവും വാത്സല്യവും ജനിപ്പിക്കുന്ന സൗഹാർദ്ദപരമായ പെരുമാറ്റമുള്ള ഒരു കൊച്ചു വൃക്ഷമാണ് ദേവദാരു എന്ന് മനസ്സിലാക്കാം. തന്നോട് മര്യാദയില്ലാതെ സംസാരിക്കുന്ന മാക്പെയിനോട് പോലും കൊച്ചു ദേവദാരു വിനയത്തോടു കൂടിയാണ് മറുപടി പറയുന്നത്. അടുത്തത്, ദേവദാരു ഒറ്റപ്പെടാനുള്ള കാരണങ്ങൾ. കാടിന് അല്പം അകലെയായി വനപാലകന്റെ വീടിന് മുമ്പിലുള്ള തുറന്ന പ്രദേശത്താണ് ദേവദാരു വളർന്നു വന്നത്. അതുകൊണ്ടാണ് അത് ഒറ്റപ്പെടാനുള്ള കാരണം. അടുത്തത്, ദേവദാരുവിന് ഭയാശങ്കകളുണ്ടായ സന്ദർഭങ്ങൾ. പുതുവർഷം വരുമ്പോൾ കൊച്ചു ദേവദാരുവിൻ്റെ ചില്ലകൾ മുറിച്ചു മാറ്റപ്പെടും എന്ന് മാക്പൈ ഒരിക്കൽ പറഞ്ഞു. വേനലിലും ശരത്കാലത്തും അത് പേടിയോടെ ജീവിച്ചു. മഞ്ഞു വീഴാൻ തുടങ്ങിയപ്പോൾ അതിന് ഒട്ടും സമാധാനമില്ലാതായി. ഡിസംബർ 31-ാം തീയതി എങ്ങനെയെങ്കിലും കഴിഞ്ഞു കിട്ടിയാൽ മതി എന്നായി. ഇവയെല്ലാമാണ് ഭയാശങ്കകളുണ്ടായ സന്ദർഭങ്ങൾ. അടുത്തത്, ഡിസംബർ 31-ാം തീയതി ദേവദാരുവിനുണ്ടായ അനുഭവം. പാഠഭാഗം വായിച്ച് സൂചനകളുടെ വിശദാംശങ്ങൾ കണ്ടെത്തി പറയുക. പുതുവർഷത്തിൽ ആരെങ്കിലും വന്ന് തൻ്റെ ചില്ലകൾ മുറിച്ചു മാറ്റും എന്ന അറിവ് കൊച്ചു ദേവദാരുവിനെ ഏറെ ഭയപ്പെടുത്തി. ഡിസംബർ 31 എങ്ങനെയെങ്കിലും കഴിഞ്ഞു കിട്ടിയാൽ മതിയെന്നായി. ഈ വിധം ചിന്തിച്ചിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ അതിൽ കയറി മുകൾ ഭാഗം പിടിച്ച് ശക്തിയായി കുലുക്കി. അതിനെ തിരഞ്ഞെടുത്തത് നന്നായി എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ തൃപ്തിയോടെ ചിരിച്ചു. ഇത് കേട്ട് കൊച്ചു ദേവദാരുവിന് ബോധം നഷ്ടപ്പെട്ടു. ബോധം തെളിഞ്ഞപ്പോൾ താൻ അപ്പോഴും അവിടെ ജീവനോടെ നിൽക്കുന്നു എന്നത് ദേവദാരുവിന് വിശ്വസിക്കാനായില്ല. പുതുവർഷത്തെ വരവേൽക്കുന്നതിൻ്റെ ഭാഗമായി അതിൻ്റെ ചില്ലകളിൽ പല നിറത്തിലുള്ള രസക്കുടുക്കുകൾ തൂക്കുകയും വെള്ളി നിറത്തിലുള്ള നൂലുകൾ ചുറ്റുകയും ചെയ്തിരുന്നു. അതിൻ്റെ അറ്റം സ്വർണ്ണ നിറത്തിലുള്ള ഒരു വലിയ നക്ഷത്രം കൊണ്ട് അലങ്കരിച്ചിരുന്നു. പുതുവർഷ ദിനത്തിൽ അതിൻ്റെ അടുത്തെത്തിയ വനപാലകന്റെ മക്കളിലൊരാൾ ഈ കൊച്ചു ദേവദാരു മരത്തെ മുറിക്കാതെ അതിനെ പുതുവർഷ മരമായി അലങ്കരിച്ചത് നന്നായി എന്നും ഇനി എല്ലാ വർഷവും ഈ മരത്തിനെ അപ്രകാരം അലങ്കരിക്കാമെന്നും പറഞ്ഞു. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ആത്മബന്ധത്തിലേക്കാണ് ആ കൊച്ചുകുട്ടിയുടെ വാക്കുകൾ വിരൽ ചൂണ്ടുന്നത്. ഇനി അടുത്ത ചോദ്യം, ആത്മകഥ. ദേവദാരുവിൻ്റെ ബാല്യകാലം എങ്ങനെയുള്ളതായിരുന്നെന്നും അതിൻ്റെ ചിന്തകളും ആശങ്കകളും എന്തായിരുന്നെന്നും നിങ്ങൾക്ക് അറിയാം. കൊച്ചു ദേവദാരുവിൻ്റെ അനുഭവങ്ങൾ ആത്മകഥാരൂപത്തിലേക്ക് മാറ്റി എഴുതൂ. ആത്മകഥ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ആത്മകഥയിൽ ഉൾപ്പെടുത്തേണ്ട പോയിന്റുകളെക്കുറിച്ചുമാണ് പറയുന്നത്. ആത്മകഥയ്ക്ക് ലളിതമായ ഭാഷയായിരിക്കണം. ദേവദാരുവിൻ്റെ അനുഭവങ്ങൾ സ്വാംശീകരിച്ചിരിക്കണം. ദേവദാരു താനായി മാറിയുള്ള എഴുത്ത് ഉണ്ടാകണം. ഞാൻ, എൻ്റെ എന്നിങ്ങനെയുള്ള പദങ്ങൾ ഉപയോഗിക്കാം. ഇനി ആത്മകഥയിൽ ഉൾപ്പെടുത്തേണ്ട പോയിന്റുകൾ: തുറന്ന പ്രദേശത്തുള്ള അതിൻ്റെ നിൽപ്പ്, എല്ലാവരാലും സ്നേഹിക്കപ്പെട്ടത്, എല്ലാ ജീവജാലങ്ങളുമായുള്ള സൗഹൃദം, ഒറ്റയ്ക്കാണ് വളർന്നു വന്നത് എങ്കിലും ഏകാന്തത അനുഭവപ്പെടാത്ത സാഹചര്യം, എന്നും സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന കുട്ടിക്കാലം, മാക്പെയുമായുള്ള കൂടിക്കാഴ്ച, പുതുവർഷം വരുമ്പോൾ തൻ്റെ ജീവിതം തന്നെ അപകടത്തിലാകുമെന്ന ചിന്ത, പുതുവർഷ ദിനത്തിൽ വനപാലകനും അയാളുടെ മക്കളും ആ ദേവദാരുവിനെ പുതുവർഷ മരമായി അലങ്കരിച്ചത്, ഓരോ പുതുവർഷത്തിലും ഈ ബാല്യകാല സ്മരണകൾ ദേവദാരുവിന് നൽകുന്ന സന്തോഷം. ഇത്രയെല്ലാം
ആത്മകഥയിൽ ഉൾപ്പെടുത്താം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വിശദമാക്കാം. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള സ്നേഹബന്ധമാണ് കൊച്ചു ദേവദാരു എന്ന കഥ നൽകുന്ന സന്ദേശം. വിശദമാക്കുക. പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം ഭൂരിപക്ഷം പേരും അംഗീകരിക്കുന്നിടത്തുപോലും അതിനായുള്ള ശ്രമങ്ങൾ ഉണ്ടാകാറില്ല. ജീവിതത്തിലായാലും സാഹിത്യത്തിലായാലും പ്രകൃതിയും മനുഷ്യനും പരസ്പരം പോരടിക്കുന്നതിൻ്റെ നേർക്കാഴ്ചകൾ എവിടെ തിരഞ്ഞാലും നമുക്ക് കാണാൻ കഴിയും. കൊച്ചു ദേവദാരു എന്ന ചെറുകഥയാവട്ടെ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ സന്ദേശമാണ് നൽകുന്നത്. വനപാലകന്റെ വീടിനു മുന്നിൽ എല്ലാവർക്കും പ്രിയപ്പെട്ടവളായി കൊച്ചു ദേവദാരു വളർന്നു വന്നു. പുതുവർഷം വരുമ്പോൾ അതിൻ്റെ ചില്ലകൾ ആരെങ്കിലും വെട്ടിക്കൊണ്ടുപോകും എന്ന് മാക്പൈ പറഞ്ഞതോടെ അവൾ പേടിയോടെ ജീവിക്കാൻ തുടങ്ങി. ഭയപ്പെട്ടതുപോലെ ഒരു മനുഷ്യൻ അവളുടെ സമീപത്തേക്ക് വന്ന് നിന്നെ തിരഞ്ഞെടുത്തത് നന്നായി എന്ന് പറഞ്ഞു. അതോടെ അവളുടെ ബോധം നഷ്ടപ്പെട്ടു. ബോധം തെളിഞ്ഞപ്പോൾ തൻ്റെ ചില്ലകൾ മുഴുവൻ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നത് കണ്ട് അവൾ അത്ഭുതപ്പെട്ടു. കൊച്ചു ദേവദാരുവിനെ മുറിക്കാതെ തന്നെ വനപാലകനും മക്കളും എല്ലാ പുതുവർഷത്തിലും അവളെ അലങ്കരിച്ചു. അങ്ങനെ അവർ പ്രകൃതിയുടെ കാവലാളായി മാറി. മനുഷ്യനും പ്രകൃതിയും അഭേദ്യമായ ബന്ധം പുലർത്തിയ ഒരു സംസ്കാരം നമുക്കുണ്ടായിരുന്നു. എന്നാൽ സ്വാർത്ഥത മൂലം തന്നിലേക്കൊതുങ്ങിയ മനുഷ്യൻ പ്രകൃതിയെ ചൂഷണം ചെയ്യാൻ ആരംഭിച്ചു. പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണത്തിലൂടെ ആവാസ വ്യവസ്ഥ പോലും അട്ടിമറിക്കപ്പെട്ടു. കുന്നിടിച്ച് മണൽ വാരി മരങ്ങൾ വെട്ടിയും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിച്ചും മനുഷ്യൻ പ്രകൃതിയെ പ്രകോപിപ്പിക്കുമ്പോൾ പേമാരിയായും ഉരുൾപൊട്ടലായും സുനാമിയായും പ്രകൃതിയും പ്രതികരിക്കുന്നു. പഴയകാല പാരസ്പര്യത്തിലേക്ക് ഇനിയും തിരിച്ചു പോയില്ലെങ്കിൽ ഇത്തരം പ്രതിബന്ധങ്ങളെ കൂടുതലായി മനുഷ്യൻ നേരിടേണ്ടി വരും എന്നൊരു മുന്നറിയിപ്പും ഈ കഥയിലുണ്ട്. അടുത്ത ചോദ്യം. പദഘടന. വനപാലകന്റെ വീടിന് മുമ്പിലുള്ള തുറന്ന പ്രദേശത്ത് ദേവദാരു വൃക്ഷത്തിൻ്റെ ഒരു കൊച്ചു തൈ വളർന്നിരുന്നു. വസന്തത്തിലെ ഊഷ്മളമായ സൂര്യവെളിച്ചത്തിൽ അത് വെയിൽ കാഞ്ഞിരുന്നു. അടിവരയിട്ട പദം ശ്രദ്ധിച്ചുവല്ലോ. അവ വേർതിരിച്ച് എഴുതി നോക്കൂ. വനപാലകൻ, വനത്തെ പാലിക്കുന്നവൻ, അതുപോലെ സൂര്യവെളിച്ചം. ഇങ്ങനെ പദങ്ങൾ ചേർത്ത് എഴുതുമ്പോഴും വേർതിരിച്ചെഴുതുമ്പോഴും പദഘടനയിൽ എന്ത് മാറ്റമാണ് ഉണ്ടാവുന്നത്? ചർച്ച ചെയ്യൂ. കൂടുതൽ പദങ്ങൾ കണ്ടെത്തൂ. വനപാലകൻ എന്ന സമസ്ത പദത്തെയാണ് വനത്തെ പാലിക്കുന്നവൻ എന്നിങ്ങനെ വിഗ്രഹിച്ച് എഴുതിയിരിക്കുന്നത്. ഘടകപദങ്ങളെ സമസ്ത പദമാക്കുമ്പോൾ ഘടകപദങ്ങളിലെ പ്രത്യയങ്ങൾ, അതായത് ഓ, ഡേ, ടേ, ആൽ, എ, ന് എന്നിങ്ങനെയുള്ളവ ലോപിക്കുന്നു, അതായത് വിട്ടുപോകുന്നു. വനപാലകൻ എന്ന പദത്തിൽ, സമസ്ത പദത്തിൽ വനത്തെ പാലിക്കുന്നവൻ എന്നിങ്ങനെ വിഗ്രഹിച്ചെഴുതുമ്പോൾ വനത്തെ എ എന്നുള്ള പ്രത്യയം കാണാം. അതായത് ഘടകപദമാക്കുമ്പോൾ വനത്തെ പാലിക്കുന്നവൻ എ എന്നുള്ള പ്രത്യയമാണ് അവിടെ ഉള്ളത്. എന്നാൽ സമസ്ത പദമാക്കുമ്പോൾ എ എന്നുള്ള പ്രത്യയം വിട്ടുപോകുന്നു. ഇനി സൂര്യവെളിച്ചം, സൂര്യൻ്റെ വെളിച്ചം, ഡേ എന്നതാണ് സമസ്ത പദമാക്കുമ്പോൾ ലോപിച്ചു പോയത്. ഇനിയുള്ള പദങ്ങളും അപ്രകാരം തന്നെ. അവസാന ദിവസം, അവസാനത്തെ ദിവസം. വിഫല ശ്രമം, വിഫലമായ ശ്രമം. മൃദുസ്വരം, മൃദുവായ സ്വരം. മഞ്ഞുപാളികൾ, മഞ്ഞിൻ്റെ പാളികൾ. പുതുവർഷമരം, പുതുവർഷത്തിലെ മരം എന്നിങ്ങനെ. അടുത്ത ചോദ്യം. ലഘുലേഖ. ലോക പരിസ്ഥിതി ദിനത്തിൽ സ്കൂളിൽ വിതരണം ചെയ്യുന്നതിനായി ലഘുലേഖ തയ്യാറാക്കുക. വിഷയം പരിസ്ഥിതിയും വികസനവും. ഈ വിഷയത്തെ ആസ്പദമാക്കി ലഘുലേഖ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് പറയുന്നത്. പരിസ്ഥിതിയും വികസനവും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ആകർഷകമായ ഒരു ശീർഷകം, അതായത് ഒരു തലക്കെട്ട് ഉണ്ടാകണം. വിഷയത്തെ കേന്ദ്രീകരിച്ച് ഉചിതമായ ചിത്രങ്ങൾ, വേണ്ട രീതിയിലുള്ള കുറിപ്പുകൾ, വിശദവിവരങ്ങൾ. ഈ ലഘുലേഖ തയ്യാറാക്കിയത് എന്തിനാണ് എന്നതിനെക്കുറിച്ചുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾ, ഈ ലഘുലേഖ നൽകുന്ന സന്ദേശം എന്താണ്, വികസനവും പരിസ്ഥിതിയും വികസനവും എന്ന വിഷയം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്തുന്ന ഈ ലഘുലേഖ, എഴുതുന്ന ലഘുലേഖയിലെ സന്ദേശം എന്തൊക്കെയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതിനുശേഷം കൃത്യമായ ലേഔട്ടോടുകൂടി അത് വിതരണത്തിന് ഉതകുന്ന വിധത്തിൽ നമുക്ക് തയ്യാറാക്കാം. ഇനി അവസാനത്തെ ചോദ്യം കവിതയാണ്.
മരങ്ങൾ പൂക്കുന്നത്. ഇരുമരങ്ങളീ വഴിയരികത്ത് ഒരേ മഴ നനഞ്ഞൊരേ വെയിൽ കുടിച്ചിരുണ്ട പച്ചിലത്തഴപ്പുമായി നിൽക്കും. ഒരേ നിലാവു വീണവയുടെ ഇലത്തലപ്പുകൾ മിന്നും. ഒരേ നക്ഷത്രങ്ങൾ അവയുടെ മുടിയിഴകൾക്കുള്ളിൽ വന്നൊളിച്ചു കൺചിമ്മും. പരസ്പരം മിണ്ടാതൊരേ മണ്ണിൽ തന്നെ. ഒരേ കാറ്റിൽ തുള്ളിയിളകുമെന്നാലും അവരോ വെവ്വേറെ മരങ്ങളായി നിൽക്കും. ഒരു പുലർച്ചയിൽ ഇരുമരങ്ങളും നിറയെ പൂക്കളാൽ ജ്വലിച്ചുലഞ്ഞിടും. ഒരു പക്ഷേ മണ്ണിനടിയിൽ ഗൂഢമായി അവ തമ്മിൽ വേരാൽ തൊടുന്നുണ്ടാവുമോ? റഫീഖ് അഹമ്മദിൻ്റെ കവിതകൾ. റഫീഖ് അഹമ്മദ്. നിരീക്ഷണക്കുറിപ്പ്. മരങ്ങൾ പൂക്കുന്നത് എന്ന കവിതയിലും കൊച്ചു ദേവദാരു എന്ന കഥയിലും ഒരേ ആശയം തന്നെയാണോ പ്രകടമാകുന്നത്? നിങ്ങളുടെ നിരീക്ഷണങ്ങൾ ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കൂ. റഫീഖ് അഹമ്മദിൻ്റെ മരങ്ങൾ പൂക്കുന്നത് എന്ന കവിത അതിമനോഹരങ്ങളായ കൽപ്പനകളിലൂടെ കാവ്യവിസ്മയമായി മാറുന്ന കവിതയാണ്. അവ തമ്മിൽ വേരാൽ തൊടുന്നുണ്ടാകുമോ എന്ന സംശയം നിറഞ്ഞ ചോദ്യത്തിലൂടെയാണ് കവിത അവസാനിക്കുന്നത്. ആ സംശയമാണ് ഈ കവിതയുടെ ജീവൻ. പരസ്പര ആശ്രയത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ, സ്നേഹബന്ധത്തിൻ്റെ ഇഴയടുപ്പമാണ് ഈ കവിത വായനക്കാരന് സമ്മാനിക്കുന്നത്. മനോഹരമായ ഭാഷയും വളച്ചുകെട്ടില്ലാത്ത അവതരണവും ഈ കവിതയെ കൂടുതൽ സുന്ദരമാക്കുന്നു. ഒരുമയുടെ, ഐക്യത്തിൻ്റെ സ്നേഹ സന്ദേശം പകർന്നാണ് കവിത അവസാനിക്കുന്നത്. കൊച്ചു ദേവദാരുവിൻ്റെ ജീവിതം സന്തോഷം നിറഞ്ഞതായിരുന്നു. മാക്പൈയെ കാണുന്നതുവരെ. പുതുവർഷത്തിൽ തൻ്റെ ചില്ലകൾ ആരെങ്കിലും വെട്ടിക്കൊണ്ടുപോകും എന്ന ആശങ്ക അതോടെ അവളിൽ ജനിച്ചു. തൻ്റെ തന്നെ നിലനിൽപ്പ് അവളിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു. എന്നാൽ വനപാലകനും മക്കളും അവളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എല്ലാ പുതുവർഷത്തിലും ചില്ലകൾ മുറിച്ചു മാറ്റാതെ തന്നെ ആ കൊച്ചു ദേവദാരുവിനെ പുതുവർഷമരമാക്കി മാറ്റി. പരസ്പര ആശ്രയമാണ് പ്രകൃതിയിൽ മനുഷ്യൻ്റെ നിലനിൽപ്പിന് ആധാരം എന്ന തിരിച്ചറിവ് ഇവിടെ ഉണ്ടാകുന്നു. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള സ്നേഹബന്ധമാണ് കൊച്ചു ദേവദാരു എന്ന കഥ നൽകുന്ന സന്ദേശം. കഥയിലും കവിതയിലും ആഴമേറിയ സ്നേഹത്തിൻ്റെ കാണാനൂലിഴകൾ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇത്രയുമാണ് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ. ഇതോടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.